ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നിക്ഷേപകർ കാത്തിരുന്ന ഒരു ദിവസമാണ്. നിഫ്റ്റി 25,000 മുകളിൽ വളരെ അന്തസ്സായിട്ട് തന്നെ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 25,000 സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു സിംഗിൾ ഡേ കൊണ്ട് 2 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് BSE കമ്പനീസിൻ്റെ ഉയർന്നു. ടോട്ടൽ BSE കമ്പനീസിൻ്റെ വിപണി മൂല്യം 422 ലക്ഷം കോടി രൂപ കവിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ടെൻഷനും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അവർ ആക്രമണങ്ങളെല്ലാം തന്നെ കടുപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഇമ്പാക്റ്റ് ചെയ്യാതിരുന്നില്ല. ഇമ്പാക്റ്റ് ചെയ്തത് എവിടെയാണ്? ഗോൾഡിൻ്റെ പ്രൈസ് 2,530 വരെ പോയിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റീലിൻ്റെ പ്രൈസ് ഉയർന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ ഉയർന്നിട്ടുണ്ട്. എങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ IT കമ്പനീസ് ഇന്ന് സസ്റ്റെയിൻ ചെയ്തു. കൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റീൽ കമ്പനികളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കണ്ടു. മാർക്കറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ ക്ലോസ് നടത്തി. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ഒരു ഷാർപ്പ് ഫോള് ഉണ്ടാകാറുണ്ട്. ഇന്ന് അങ്ങനെയുള്ളൊരു ഷാർപ്പ് ഫോളൊന്നും കണ്ടില്ല. ബയേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലകൊണ്ടു. കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് ആയിരുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സെല്ലിങ്, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ FIS ബൈയിങ്. കഴിഞ്ഞ ആഴ്ച ഉടനീളം DIS ബൈയിങ് 13,000 കോടി രൂപയ്ക്ക് മുകളിലാണ് DIS കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാം, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിഫ്റ്റി 24,880 നിന്ന് ശക്തമായിട്ട് മുകളിലേക്ക് പോയി. 25,000 മുകളിൽ 200 പോയിന്റാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി ഉയർന്നത്. നിഫ്റ്റിയിൽ HCL ടെക്, IT കമ്പനി, ഹിൻഡൽകോ, NTPC, ONGC, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചു. അപ്പോളോ ഹോസ്പിറ്റൽ, ഹീറോ മോട്ടോകോർപ്പ്, ആദാനി പോർട്ട്, HDFC ലൈഫ്, ഐഷർ മോട്ടോഴ്സിലാണ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 63,800, ബ്രന്റ് ഓയിൽ 80, ഗോൾഡ് $2,524 പെർ ഔൺസ്. ഓസ്ട്രേലിയ പോസിറ്റീവ്, ചൈന പോസിറ്റീവ്, കൊറിയയും ജപ്പാനും റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 1.3% സ്പൈക്ക് ചെയ്ത് 13.7. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ മിക്സ്ഡ് ആയ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി 23,382 സ്പോട്ട്. PCR 1.01. മേജർ റെസിസ്റ്റൻസ് സോണുകൾ സ്റ്റാഡിൽസ് എല്ലാം തന്നെ അഡ്മണിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും റെസിസ്റ്റൻസ് സോണുകൾ ഉള്ളത് 23,600 ഫസ്റ്റ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് സോണുകൾ ഫസ്റ്റ് സപ്പോർട്ട്സ് 23,200, 23,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ആക്ട് ചെയ്യപ്പെടുന്നത് നോർമൽ മാർക്കറ്റ് സിനാരിയോയിലാണ്. വലിയൊരു ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണുകളൊക്കെ വരുമ്പോൾ ഐദർ ഒരു ഷോർട്ട് കവറിങ് റാലി കാണും, അതല്ലെങ്കിൽ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ളൊരു സിനാരിയോസിൽ തന്നെ ഉണ്ടെങ്കിൽ കൂടിയും ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെറുതെ ഒരു ഡേറ്റ അല്ല. ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്യേണ്ടത്. ഈവൻ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ കൂടിയും. അപ്പോൾ ആ ഒരു റേഞ്ചുകളെല്ലാം തന്നെ റെസ്പെക്റ്റ് ചെയ്ത് ആണ് മാർക്കറ്റ് ഇനി മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും സഞ്ചരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിലെ ലൈംലൈറ്റുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആരതി ഡ്രസ്സ് കമ്പനി 10% റാലി രേഖപ്പെടുത്തി. സ്റ്റോക്ക് ഇന്ന് ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബജാജ് ഓട്ടോ ഒരു പുതിയ CNG ബൈക്ക്, എത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള CNG ബൈക്ക് ഇവർ ചേതക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഇവരുടെ CEO ആയിട്ടുള്ള രാജീവ് ബജാജ് പറഞ്ഞു. Paytm കമ്പനി സെബി ഇവർക്ക് കുറച്ച് ഷോക്കേസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. സ്റ്റോക്ക് 4% ഫോള്. KEC ഇൻ്റർനാഷണൽ കമ്പനി ഇവർ ഈ ഒരു വർഷം ഇവരുടെ ഓർഡർ ബുക്ക് 60% ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. BHEL കമ്പനി 11,000 കോടി രൂപയുടെ ഓർഡർ ആദാനി പവറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. IPO വരുമ്പോൾ ഇൻട്രാക്ട് ബിൽഡിംഗ് പ്രൊഡക്റ്റിൻ്റെ IPO ഒന്ന് ലിസ്റ്റ് ചെയ്തു. 44% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി ഇവരുടെ പുതിയ സ്റ്റോർ ഉത്തർപ്രദേശിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. ആസ്റ്റർ ഡീം ഹെൽത്ത് കെയർ കമ്പനി, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന US മേജർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ആസ്റ്റർ ഡീം ഹെൽത്ത് കെയറിൽ അവരുടെ സ്റ്റേക്ക് ഉയർത്താനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ട് എന്നുള്ള ന്യൂസ്. മംഗളം ഡ്രഗ്സ് കമ്പനി കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. ഇവരുടെ പുതിയ മെഡിസിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് $27 ലക്ഷം ഗ്രാൻഡ് മലേഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. ശില്പ മെഡിക്കെയർ കമ്പനി ഇവരുടെ പുതിയ മെഡിസിനെ ഇവരുടെ ക്ലിനിക്കൽ ട്രയൽ 3ാമത്തെ ക്ലിനിക്കൽ ട്രയൽ സക്സസ്ഫുള്ളി ഇവർ കംപ്ലീറ്റ് ചെയ്തു. BHEL കമ്പനി 1,100 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായുള്ള ന്യൂസ് ഉണ്ട്.
ജയ് കോർപ്പറേഷൻ കമ്പനി ഇവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 29 ഷെയർ ബൈബാക്ക്. സെൻ ടെക്നോളജി കമ്പനി ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. 1000 കോടി രൂപയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. മാക്സ് എസ്റ്റേറ്റ് കമ്പനി ഡൽഹിയിൽ ഇവർ പുതിയൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാണ്. കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ നിന്ന് ഒരു അപ്സൈഡ് കണ്ടു. ONGC കമ്പനി ഇവർ പുതിയ ഒരു 5th ഓയിൽ വെല്ലിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. KPI ഗ്രീൻ കമ്പനി ഇവർക്ക് പുതിയൊരു സോളാർ പ്രൊജക്റ്റിൻ്റെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണുള്ളത്. ഇനി ബാക്ക് ടു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റി 25,000 മുകളിൽ പോയിട്ടുണ്ട്. DISൻ്റെ FISൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് ടെൻഷൻ പറയാതിരിക്കാൻ വയ്യ, അത് ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണല്ലോ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കൂടിയും പേപ്പറുകളിലുണ്ട്, മാധ്യമങ്ങളിലുണ്ട്, നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ആക്സസ് ചെയ്യാവുന്ന ന്യൂസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എൻ്റെ ഭാവനയിൽ നിന്ന് ഒരു ന്യൂസും ഞാൻ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു നിയമം എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഭാവനയിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ ആയേക്കാം, സ്റ്റോക്ക് അങ്ങനെ ആയേക്കാം, ഗ്ലോബൽ മാർക്കറ്റിൽ ടെൻഷനുണ്ട്, അത് എൻ്റെ ഭാവനയല്ല. ഇത് എല്ലാ മീഡിയയിലും അവൈലബിൾ ആയിട്ടുള്ള ന്യൂസുകൾ അത് സഗ്രിഗേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതേ കാര്യങ്ങൾ തന്നെ, എന്നാൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ വളരെ സമയമില്ലാതെ എൻ്റെ ഭാവനയില്ലാതെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചാനലിനെ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും രാത്രി നേരുന്നു. നാളെ രാവിലെ 7:30 പ്രീ മാർക്കറ്റായിട്ട് എത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു ഓൾ.